നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമെന്ന് പന്തയം വെച്ച് തോറ്റതിന്റെ ഭാഗമായി മൊട്ടയടിച്ച കുട്ടി സഖാവ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നല്ലോ. സംസ്ഥാന സെക്രട്ടറിയെ അടക്കം ഫോണിൽ വിളിച്ച തിരൂർ മുറിവഴിക്കൽ സ്വദേശി മുഹമ്മദ് സെയിൻ സമാൻ ന്യൂസ് മലയാളം റിപ്പോർട്ടർ ശാന്തകുമാറിനൊപ്പം ചേരുകയാണ്. അപ്പോൾ ശാന്തകുമാറിലേക്കാണ്. ശാന്തകുമാർ, എന്താണ് ഇപ്പോൾ കുട്ടി സഖാവ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്? സ്വാതി, മുഹമ്മദ് സെയിൻ സമാനും അവരുടെ പിതാവ് ആബിദ് ഹുസൈൻ നമ്മോടൊപ്പം ഉണ്ട്. പിതാവുമായിട്ട് തന്നെയാണ് ഈ സമാൻ ബെറ്റ് വെച്ചിരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സമാൻ തന്നെ പറയൂ കാര്യങ്ങൾ. എന്തായിരുന്നു ബെറ്റ്? ബെറ്റ് എന്തായിരുന്നു? ഞാൻ വിചാരിച്ച് മാർക്സിസ്റ്റ് ജയിക്കുന്നു, പക്ഷെ തോറ്റായിന്. തോറ്റപ്പോ വലിയ സങ്കടമായോ? സങ്കടമൊക്കെ ആയി കുറച്ച്. മുഴുവൻ സമയം സഖാവായിട്ട് തന്നെയാണോ അപ്പോൾ ഉള്ളത്? ആ, ഇലക്ഷന്റെ പ്രചരണ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നോ? ചില എന്തൊക്കെയാ പ്രചരണത്തിൽ പോയിരുന്നത്? പോസ്റ്റർ ഒട്ടിച്ചിരുന്നോ? പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. എന്താ ഈ മൊട്ട അടിക്കുന്നൊക്കെ വാപ്പോട് ഇങ്ങനെ ഒരു ബെറ്റ് വെക്കാൻ കാരണം ഉണ്ടായേ? ജയിക്കും തന്നെ വിചാരിച്ചു? ആര്, അബ്ദുറഹ്മാൻ ജയിക്കും വിചാരിച്ചു? അത്ര ഉറപ്പുണ്ടായിരുന്നു? അത്രയ്ക്ക് ഉറപ്പായിരുന്നു? ആണല്ലേ. അപ്പോ ഈ തോറ്റപ്പോ മൊട്ട അടിക്കണ്ടെന്ന് വാപ്പ പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചതാ ആണ്. എന്താണ് മോനെ ഇങ്ങനെ ഒരു ബെറ്റിലേക്കൊക്കെ പോയിട്ട് ഉണ്ടായത്? എന്തായിരുന്നു? അല്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ബെറ്റ് വെക്കണം, മത്സരിക്കുന്നതിന് ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ ചോദിച്ചപ്പോൾ അവനെ തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മൊട്ടടിക്കും, അത്ര ഉറപ്പാണ്, ഞാൻ ജയിക്കുന്ന ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അത് വീഡിയോ ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടിരുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ തോറ്റപ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ചോദ്യം വന്നു, എവിടെ സഖാവ് ഇവിടെ മൊട്ടടിക്കുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാവരും ചോദിക്കണ്ടടാ എന്താ ചെയ്യുന്നു, മൊട്ടടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് ഭയങ്കര വന്നുകൊണ്ട് പെട്ടെന്ന്, ഞാൻ വീഡിയോ ശ്രദ്ധിച്ചിട്ടില്ല, അപ്പോൾ വന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, വാക്ക് പറഞ്ഞാൽ ഞാൻ പാലിക്കും, കാരണം ഞാൻ സഖാവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് നേരെ പോയി മൊട്ടൊക്കെ അടിച്ച് വന്നു. അപ്പോൾ അതും കൂടി കൂട്ടി ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഗ്രൂപ്പിലിട്ടു. സ്വാഭാവികമായിട്ടും ഒരു ഗ്രൂപ്പിലിട്ടപ്പോൾ പിന്നെ അത് ആരൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് പോയി. പിന്നെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ബിനീഷ് കൊടിയേരിയാണ് ഷെയർ ചെയ്തെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് MLA ഷെയർ ചെയ്തു, പിന്നെ VP ഷാനു, അങ്ങനെ പാർട്ടി നേതാക്കളൊക്കെ അത് ഷെയർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒന്നും കൂടി ഒന്ന് വൈറലായി. അതുണ്ടായത് ഇതുമായി ഇതിപ്പോൾ ആരൊക്കെ, കുറേ ആളുകൾ വിളിച്ചില്ലേ? ആരൊക്കെ വിളിച്ചു സമാനെ? ഞാന് ഇവരൊക്കെ വിളിച്ചു, കുറെ ആൾക്കാർ വിളിച്ചു. ഗോവിന്ദമാഷ് വിളിച്ചു, പിന്നെ നേതാക്കന്മാരൊക്കെ വിളിച്ചോ? ഈ തോറ്റ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ വിളിച്ചോ? അബ്ദുറഹ്മാനെ കണ്ടിട്ടുള്ളൂ, വിളിച്ചിട്ടില്ല. ഇനി ഇത്തരം വാക്കുകൾ അതേപടി പാലിക്കാൻ തന്നെയാണ് തീരുമാനം? അങ്ങനെ തന്നെയാണ്. ശരി ശാന്തകുമാർ, എന്തായാലും ചെറിയ കുട്ടിയാണ്, അവൻ പറഞ്ഞ കാര്യം വാക്ക് പാലിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം, ശ്രദ്ധേയം എന്നുള്ളതാണ്.